ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിന്റെ ലാൻഡ്മാർക്കായ ഈഫിൽ ടവർ ഭംഗിയായി കാണാവുന്ന സീൻ നദിയുടെ തീരത്തൊരു സ്ഥലത്ത് നിന്ന് ഫോട്ടോയും മറ്റുമെടുത്ത് അവിടുത്തെ പ്രധാന കാഴ്ചകളിലേക്കാണ് പിന്നീട് പോയത്. ഇത് ആർച്ച് ഓഫ് ട്രിയംഫ് എന്ന വലിയ ഗേറ്റ്. ഫ്രഞ്ച് വിപ്ലവങ്ങളിലും നെപ്പോളിയൻ നയിച്ച മറ്റു യുദ്ധങ്ങളിലും മരിച്ച അജ്ഞാത ജവാന്മാരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് ഈ കവാടം. 50 മീറ്റർ ഉയരവും 45 മീറ്റർ വീതിയുമുണ്ട് ഈ നിർമ്മിതിക്ക്. ഇത് പാലസ് ഓഫ് ഡെല്ല കോൺകോർഡ്. പാരീസിലെ ഏറ്റവും വലിയ സ്ക്വയറാണിവിടം. മനോഹരമായ ജലധാരകളും അലങ്കാരപ്പണികളും സന്ദർശകരുടെ മനം മയക്കുന്നത് തന്നെ. 3000 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്തൂപമാണിത്. ഈജിപ്ഷ്യൻ നിർമ്മിതിയാണിത്. ഇത് പ്രസിദ്ധമായ നോട്ടർ ഡാം കത്തീഡ്രൽ. ചില പുതുക്കിപ്പണികൾ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. പിന്നീട് പോയത് പരിശുദ്ധ കന്യകാമറിയം തന്നെ നിർമ്മിച്ചു നൽകിയ മെഡൽ സമ്മാനിച്ച സിസ്റ്റർ കാതറിൻ ലെബോറോയുടെ ചാപ്പലിലേക്കാണ്. ഈ മെഡൽ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ മാതാവ് സിസ്റ്ററിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇവിടെ ബസ്സിൽ നിന്നിറങ്ങി 100 മീറ്റർ ഈ വഴിയിലൂടെ നടന്നാൽ ഒരു ചാപ്പലിലെത്താം. 1806 മെയ് 2 ഫ്രാൻസിൽ പിയറിയുടെയും മെഡലിൽ ലെബോറോയുടെയും 11 മക്കളിൽ 9ാമതായി കാതറിൻ ജനിച്ചു. കാതറിൻ്റെ 9ാമത്തെ വയസ്സിൽ തൻ്റെ അമ്മ മരിക്കുകയും കുടുംബഭാരം ഈ കുട്ടിയുടെ ചുമലിലാകുകയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രതിമയെ കെട്ടിപ്പിടിച്ച് ഇനി മുതൽ നീ എൻ്റെ അമ്മയായിരിക്കുമെന്ന് പറഞ്ഞ് മാതാവിനെ അമ്മയായി സ്വീകരിച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷം അവൾ ഒരു സ്വപ്നം കാണുവാനിടയായി. ഒരു വൃദ്ധ വൈദികൻ അവളെ പ്രായാധിക്യത്താൽ വിഷമിക്കുന്ന കുറെ രോഗികളെ സംരക്ഷിക്കുന്നവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും ഇതുപോലെയുള്ള രോഗികളെ സംരക്ഷിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണെന്നും ദൈവം നിന്നെ അതിന് തെരഞ്ഞെടുത്ത കാര്യം മറക്കരുതെന്നും പറഞ്ഞതായി അവൾ സ്വപ്നം കണ്ടു. വർഷങ്ങൾക്ക് ശേഷം കാതറിൻ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി കോൺഗ്രിഗേഷൻ നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ സന്ദർശിക്കാനിടയായി. ഇവിടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വൃദ്ധനായ പുരോഹിതന്റെ ചിത്രം കാണുകയും അത് അവരുടെ കോൺഗ്രിഗേഷന്റെ സ്ഥാപകനായ വിൻസെന്റ് പോളിന്റെ ചിത്രമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നത്തിൽ കണ്ട അതേ വൃദ്ധ വൈദികനും ചിത്രത്തിൽ കണ്ട വൈദികനും ഒന്നു തന്നെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ കാതറിൻ 1830 ജനുവരിയിൽ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയിൽ അംഗമാകുന്നു. ആ വർഷം തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന കാതറിൻ ഒരു കുട്ടിയുടെ വിളി കേൾക്കുകയും കുട്ടിയുടെ നിർദ്ദേശപ്രകാരം ചാപ്പലിലേക്ക് പോവുകയും അവിടെ നീല വെളിച്ചത്തിൽ കന്യകാമറിയം ഭയപ്പെടരുതെന്നും ചില ദൗത്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുവാൻ പോവുകയാണെന്നും പറഞ്ഞു. എന്നാൽ ആ വർഷം തന്നെ 2ാം പ്രാവശ്യം കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു മെഡൽ സമ്മാനമായി നൽകുകയും അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇക്കാര്യം മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം ആർച്ച് ബിഷപ്പിനെ അറിയിക്കുകയും 2000 മെഡലുകൾ ആദ്യം നിർമ്മിക്കുകയും അത് ധരിച്ചവർ അത്ഭുതകരമെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. ഭൂഗോളത്തിന് മുകളിൽ നിന്ന് കൈയിലൂടെ പ്രകാശം ചൊരിയുന്നതുമായ രൂപത്തിലായിരുന്നു ആ മെഡൽ. കാതറിൻ പിന്നീട് 40 വർഷക്കാലം അനാഥർക്കും പാവപ്പെട്ടവർക്കുമായി ജീവിച്ചു. 1876 ഡിസംബർ 31 70ാമത്തെ വയസ്സിൽ മരിച്ചു. അവരുടെ ശരീരം ദേവാലയത്തിലെ പ്രധാന അൾത്താരയിൽ മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നു. ആയിരത്തി 1933 മെയ് 28 പയസ് 11ാമൻ മാർപ്പാപ്പ കാതറിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 1947 ജൂലൈ 27 പയസ് 12ാമൻ പാപ്പ അവരെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു.
രണ്ടാം പ്രാവശ്യം മാതാവ് ഈ കസേരയിലിരുന്നാണ് കാതറിനോട് സംസാരിച്ചത്. ധാരാളം ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടം സന്ദർശിക്കുന്നവരെല്ലാം സ്റ്റാളിൽ നിന്ന് അത്ഭുതസിദ്ധിയുള്ള മെഡൽ തങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി വാങ്ങിയാണ് മടങ്ങുന്നത്. ഇവിടെ നിന്നും 200 മീറ്റർ നടന്നാൽ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയത്തിലെത്താം. ദേവാലയം ഉച്ചയ്ക്ക് സാധാരണ അടയ്ക്കാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ സൗകര്യാർത്ഥം ആ സമയം അടയ്ക്കാതിരിക്കുകയും ഞങ്ങൾക്ക് കുർബാന അർപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ ടൂർ മാനേജർമാർ നേരത്തെ ഏർപ്പാടാക്കിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ദേവാലയത്തിൽ ആരുമുണ്ടായിരുന്നില്ല. റോഡിൽ നിന്ന് നോക്കിയാൽ ഒരു ദേവാലയത്തിൻ്റെ മുഖവാരമോ കെട്ടുകാഴ്ചകളോ ഒന്നും കാണാനില്ല. മുകളിൽ മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും ഒരു രൂപം. ദേവാലയത്തിൻ്റെ ഉള്ളിൽ യൂറോപ്പിലെ ദേവാലയങ്ങളിലേതുപോലെ തന്നെ ഒട്ടും പ്രൗഢി ചോർന്നു പോകാത്ത തരത്തിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പ്രധാന അൾത്താര കൂടാതെ വേറെയും അൾത്താരകൾ വശങ്ങളിലായി ഇവിടെയുണ്ട്. ഫ്രാൻസിലെ പൊയ് എന്ന കൊച്ചു ഗ്രാമത്തിൽ 1581 ഏപ്രിൽ 24 തീയതിയായിരുന്നു വിൻസെന്റ് ഡി പോളിന്റെ ജനനം. ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ പല വീട്ടുജോലികൾ ചെയ്ത് വീട്ടുകാരെ സഹായിച്ചിരുന്നു. ചെറുപ്പത്തിലെ ഈ നല്ല ഗുണങ്ങൾ ആ ബാലനെ വൈദിക വൃത്തിയിലേക്ക് ആകർഷിച്ച് 19ാമത്തെ വയസ്സിൽ വൈദിക പട്ടം സ്വീകരിച്ചു. ദുരിതപൂർണമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. പിന്നീട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന പല സംഘടനകളുടെയും സ്ഥാപകനായി. വൈദികനായി 60 വർഷം ക്രിസ്തുവിനെ സേവിച്ചതിന് ശേഷം 1660 79ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. 1737 ക്ലെമന്റ് പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കുർബാനയ്ക്ക് ശേഷം അൾത്താരയുടെ പിറകിലൂടെയുള്ള സ്റ്റെപ്പിൽ കയറി വിശുദ്ധനെ അടുത്ത് കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹവും വാങ്ങിയാണ് എല്ലാവരും മടങ്ങിയത്. പ്രധാന അൾത്താരയുടെ മുകളിൽ വെള്ളിപ്പേടകത്തിൽ വിശുദ്ധന്റെ തിരുശേഷിപ്പ് മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നു. ഈ യാത്രയിലെ മിക്ക തീർത്ഥാടകരും വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി പ്രവർത്തകരായിരുന്നു. അവരുടെ ഒരു സന്തോഷം പറഞ്ഞു തീർക്കാൻ പറ്റാത്തതായിരുന്നു. അവരുടെ മാത്രമല്ല, മറ്റുള്ളവരുടെയും.